ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ സൂര്യമംഗലം തറവാടിന്റെ എല്ലാവിധ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം തന്നെ രാജുവിന് കൈമാറിയിരിക്കുകയാണ്. സരസ്വതി തമ്പുരാട്ടി അതിന്റെ ദേഷ്യത്തിൽ ദീപകിനോട് സരസ്വതി വന്ന് കൊല്ലാനായി അംബിക പറയുന്നുണ്ടെങ്കിലും പ്രതാപനും രാജുവും മറ്റുള്ളവരും ദീപകിനെയും ഗുണ്ടകളെയും നന്നായി തന്നെ പെരുമാറി വിടുന്നതാണ് കാണിക്കുന്നത്. താക്കോൽക്കൂട്ടം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ രാജുവിന് ആദ്യം ഓർമ്മ വരുന്നത് സൂര്യമംഗലം തറവാട്ടിലെ അടഞ്ഞു കിടക്കുന്ന മുറിയാണ്. പിന്നീട് കാണിക്കുന്നത് രാജു ഋതികയെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതാണ്. അതെ, ഇപ്പോൾ ഈ തറവാടിൻ്റെ എല്ലാവിധ മേൽനോട്ട അവകാശങ്ങളും എനിക്കാണെന്ന് പറഞ്ഞ് താക്കോൽക്കൂട്ടം ഉയർത്തി സന്തോഷത്തോടെ കാണിക്കുകയാണ് രാജു ഋതികയെ. ഇത് കാണുന്ന ഋതികയ്ക്കും സന്തോഷമാകുന്നു. മേൽനോട്ടാധികാരം എനിക്കായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മുറികളും തുറന്ന് പരിശോധിക്കാമല്ലോ എന്ന് രാജു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവും ഋതികയും ചേർന്ന് ആ അടഞ്ഞു കിടക്കുന്ന മുറി പോയി തുറക്കുന്നതാണ്. തുടർന്ന് അവിടെയുള്ളൊരു ചിത്രം കാണുമ്പോൾ അത് ആരാണെന്ന് ഋതിക ചോദിക്കുമ്പോൾ അവിടുത്തെ കാര്യസ്ഥൻ പറയുകയാണ്, സാക്ഷാൽ മഹാദേവവർമ്മ സാറിൻ്റെയും സരസ്വതി തമ്പുരാട്ടിയുടെയും ഏകപുത്രി പത്മാവതിയാണത്. ഇത് കേൾക്കുന്ന ഋതിക കരഞ്ഞുകൊണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.